അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നബിചരിത്രത്തിൻ്റെ 11-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ മൊഡ്യൂളിലാണ് നമ്മൾ. സംഘടനകളുടെ തുടക്കം എന്നുള്ള അധ്യായമാണ്. മദീനയിൽ ഒരു ജീവിത വ്യവസ്ഥ നിലവിൽ വന്നതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. 13 വർഷം മക്കയിൽ മർദ്ദന പീഡനങ്ങൾ അനുഭവിച്ചവരാണ് മുസ്ലിങ്ങൾ. അതിനെ തുടർന്ന് പലായനം ചെയ്തവരാണ്. 2-ാം അഖബ ഉടമ്പടിയുടെ പൂർത്തീകരണ വേളയിൽ ഒരു ചാരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘവും ഇതാ നിങ്ങൾക്കെതിരിൽ യുദ്ധത്തിന് സന്നാഹം കൂട്ടുന്നു എന്ന് വിളിച്ചു പറഞ്ഞത് നമ്മൾ കണ്ടതാണ്. മദീനക്കാരായ മുസ്ലിങ്ങൾ അന്ന് യുദ്ധത്തിന് തയ്യാറാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞതാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് അവരോട് പറഞ്ഞത് നമുക്ക് യുദ്ധം കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്നാണ്. എന്നാൽ ഇന്ന് ഹിജ്റയുടെ 1-ാം വർഷം ആദ്യമായി പ്രത്യാക്രമണത്തിനുള്ള അനുമതി നൽകിയിരിക്കുന്നു. സൂറത്തുൽ ഹജ്ജിൻ്റെ 39 മുതൽ 40 വരെയുള്ള ആയത്തുകളിൽ യുദ്ധത്തിനിരയാകുന്നവർക്ക് അവർ മർദ്ദിതരായതിനാൽ തിരിച്ചടിക്കാൻ അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു. തീർച്ചയായും അള്ളാഹു അവരെ സഹായിക്കാൻ കഴിവുള്ളവൻ തന്നെയാകുന്നു. യാതൊരു ന്യായവും കൂടാതെ ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണ് എന്ന് പറയുന്നതിൻ്റെ പേരിൽ മാത്രം തങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും പുറത്താക്കപ്പെട്ടവരത്രേ അവർ. മനുഷ്യരിൽ ചിലരെ മറ്റു ചിലരെ കൊണ്ട് അല്ലാഹു തടുക്കുന്നില്ലായിരുന്നുവെങ്കിൽ സന്യാസി മഠങ്ങളും ക്രിസ്തീയ ദേവാലയങ്ങളും യഹൂദ ദേവാലയങ്ങളും അല്ലാഹുവിൻ്റെ നാമം ധാരാളമായി പ്രകീർത്തിക്കപ്പെടുന്ന മസ്ജിദുകളും തകർക്കപ്പെടുമായിരുന്നു. യുദ്ധത്തിനിരയാവുന്നവർക്ക് തിരിച്ചടിക്കാനുള്ള അനുമതിയാണ് ഇവിടെ നൽകപ്പെടുന്നത്. മദീനയിലെ താമസം 8 മാസം പിന്നിടുന്ന സന്ദർഭം. ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ ഒരു 30 അംഗ മുഹാജിറുകളുടെ സംഘം ചെങ്കടലിൻ്റെ തീരത്തേക്ക് പോവുകയാണ്. അവിടെ വെച്ച് അബൂജഹലിൻ്റെ നേതൃത്വത്തിലുള്ള 300 പേരടങ്ങുന്ന ഒരു സംഘത്തെ അവിടെ കണ്ടുമുട്ടുകയുണ്ടായി. എന്നാൽ 2 കൂട്ടരുമായി സൗഹൃദ ബന്ധം പുലർത്തിയിരുന്ന ഒരു വ്യക്തിയുടെ ഇടപെടൽ മൂലം ഒരു ഏറ്റുമുട്ടലൊന്നും കൂടാതെ തന്നെ അവർ മടങ്ങുകയാണുണ്ടായത്. ചില വാഗ്വാദങ്ങളും വെല്ലുവിളികളും ഒക്കെ നടത്തിയതിനു ശേഷം ഇരു സംഘങ്ങളും പിരിഞ്ഞു പോവുകയാണ് ചെയ്തത്. 2-മതായി ഉബൈദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ 60 മുഹാജിറുകൾ അടങ്ങുന്ന ഒരു സംഘത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജാസിലെ റാബിഗ് താഴ്വരയിലേക്ക് അയക്കുകയുണ്ടായി. ഇസ്ലാമിലെ ആദ്യത്തെ ശരം എന്നറിയപ്പെടുന്ന സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു എയ്ത ഒരു അമ്പൊഴിച്ചു കഴിഞ്ഞാൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ തന്നെ ഈ ഒരു സംഘവും മടങ്ങിയെത്തി. അവിടെ അവർ കണ്ടുമുട്ടിയത് അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിലുള്ള 200 പേരടങ്ങുന്ന ഒരു സംഘത്തെയാണ്. 3-മതായി സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ ഒരു 8 അംഗ സംഘം, 20 അംഗ സംഘമാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്, ഹിജാസിൻ്റെ ഒരു ഭാഗത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയക്കുകയുണ്ടായി. അവരും പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ മടങ്ങിയെത്തി. ഹിജ്റ 1-ാം വർഷം അവസാനിക്കുന്ന ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ തന്നെ ഒരു സംഘം അബവയിലേക്ക് പുറപ്പെടുകയുണ്ടായി. അബവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവിൻ്റെ ഖബർ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. മദീനയുടെ ചുമതല സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചതിന് ശേഷമാണ് ആ സംഘം പുറപ്പെട്ടത്. ഈ ഒരു യാത്രയിൽ ലംറ ഗോത്രവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഖ്യത്തിലേർപ്പെട്ടു. പിന്നീട് 1 മാസം കഴിഞ്ഞപ്പോൾ ഒരു 200 അംഗ മുഹാജിറുകളും അൻസ്വാറുകളും അടങ്ങുന്ന ഒരു സംഘവുമായി ബുവാത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്ര തിരിച്ചു. ഉമയ്യത്ത് ബിൻ ഖലഫിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഖുറൈശി കച്ചവട സംഘത്തെ ഉദ്ദേശിച്ചിട്ടാണ് യാത്ര തിരിച്ചത്. എന്നാൽ അവർ മറ്റൊരു മാർഗത്തിലൂടെ കടന്നുപോയതിനാൽ അവരെ കണ്ടുമുട്ടാതെ തന്നെ സംഘം തിരിച്ചെത്തുകയാണ് ചെയ്തത്. 2-3 മാസത്തിന് ശേഷം 200 പേരടങ്ങുന്ന ഒരു സംഘവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഷൈറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കച്ചവട സംഘത്തെ ഉദ്ദേശിച്ചിട്ടാണ് യാത്ര തിരിച്ചതെങ്കിലും അവർ നേരത്തെ തന്നെ കടന്നുപോയതിനാൽ അവരെയും കണ്ടുമുട്ടാൻ സാധിച്ചില്ല. ഈ യാത്രയിൽ ചില ഗോത്രങ്ങളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഖ്യകരാറിൽ ഏർപ്പെടുകയാണ്. ഈ യാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തി 10 ദിവസം കഴിയുന്നതിന് മുമ്പ് തന്നെ അൽ ഫിഹ്രി എന്ന് പറയുന്ന ഒരു വ്യക്തി, അയാൾ മക്കക്കാരുടെ സഖ്യകക്ഷികളിൽപ്പെട്ട ഒരാളാണ്, മദീനയിൽ വരികയും മദീനക്കാരുടെ ഒട്ടകങ്ങളെയും ആടുമാടുകളെയും ഒക്കെ കൊള്ളയടിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുസ്ലിങ്ങളും ഇയാളെ പിന്തുടർന്നുകൊണ്ട് ബദറിൻ്റെ സമീപത്തുള്ള സഫ്വാൻ താഴ്വര വരെ പോവുകയാണ്. എന്നാൽ ആ ഒരു സംഘത്തെ കണ്ടുപിടിക്കാൻ മുസ്ലിങ്ങൾക്ക് സാധിച്ചില്ല. ഈ ഒരു സംഭവത്തിനെ ചരിത്രകാരന്മാർ 1-ാം ബദർ യുദ്ധം എന്ന് വിളിക്കുന്നുണ്ട്.
അങ്ങനെ മുസ്ലിങ്ങൾ മദീനയിലേക്ക് തന്നെ മടങ്ങിയെത്തി. ഈ ഒരു ഘട്ടത്തിൽ 2 പദങ്ങൾ നമ്മൾ പരിചയപ്പെടുകയാണ്. ഗസ്വ, സരിയ. ഗസ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരിട്ട് പങ്കെടുത്തിട്ടുള്ള സൈനിക മുന്നേറ്റങ്ങൾക്ക് പറയുന്ന പേരാണ്. എന്നാൽ സരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പങ്കെടുത്തിട്ടില്ലാത്ത എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയച്ച സൈനിക മുന്നേറ്റങ്ങളെ വിളിക്കുന്ന പേരാണ്. ഒരു റിപ്പോർട്ട് പ്രകാരം 26 ഗസ്വാത്തുകളും 38 സറായകളുമാണ് നടന്നിട്ടുള്ളത്. എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുറൈശികളുടെ കച്ചവട സംഘങ്ങൾ കടന്നുപോകുന്ന പ്രദേശങ്ങളിലേക്ക് ഈ ചെറു സംഘങ്ങളെ അയച്ചിരുന്നത്? ഇതിന് ചരിത്രകാരന്മാർ 3-4 കാരണങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിലെ ഒന്നാമത്തെ കാരണം ഖുറൈശികൾക്ക് ഒരു സന്ദേശം നൽകുകയാണ്. കഴിഞ്ഞ 13 വർഷക്കാലം നിങ്ങൾ നടത്തിയ മർദ്ദന പീഡനങ്ങളൊക്കെ സഹിച്ചവരാണ് ഞങ്ങൾ. എന്നാൽ ഇന്ന് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ദുർബലരല്ല ഞങ്ങൾ. ഞങ്ങൾക്കെതിരിൽ എന്തെങ്കിലും നീക്കം നടത്തിക്കഴിഞ്ഞാൽ, ഞങ്ങളുടെ പ്രബോധന രംഗത്ത് എന്തെങ്കിലും തടസ്സം നടത്തിക്കഴിഞ്ഞാൽ അതിനെതിരിൽ പ്രതികരിക്കാൻ ഞങ്ങൾ ഇന്ന് ശക്തരാണ്. ഈ ഒരു സന്ദേശം അവർക്ക് കൊടുക്കുക എന്നുള്ളതായിരുന്നു അതിൽ പ്രധാനം എന്ന് പറയപ്പെടുന്നു. നമുക്കറിയാം, ഇന്ന് ആധുനിക കാലത്തും ചില രാജ്യങ്ങൾ മറ്റു ചില രാജ്യങ്ങളുടെ അതിർത്തി പ്രദേശത്ത് പോയി സൈനിക അഭ്യാസങ്ങൾ നടത്തുക അല്ലെങ്കിൽ നാവികാഭ്യാസങ്ങൾ നടത്തുക ഒക്കെ ചെയ്യാറുണ്ട്. അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു സൈക്കോളജിക്കൽ വാർഫെയർ ആണ്, മനഃശാസ്ത്ര യുദ്ധം. ശത്രുക്കളെ ഭയപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. അതുപോലത്തെ ഒരു ലക്ഷ്യമായിരുന്നു അന്ന് ഖുറൈശികളെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കുക, ഞങ്ങളുടെ പ്രബോധനത്തിൽ തടസ്സം സൃഷ്ടിക്കാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കച്ചവടത്തിന് യാതൊരു തടസ്സവും സൃഷ്ടിക്കുകയില്ല. ഈ ഒരു സന്ദേശം കൈമാറാനായിരുന്നു ഈ സൈനിക പര്യടനങ്ങൾ നടത്തിയിരുന്നത് എന്ന് പറയപ്പെടുന്നു. രണ്ടാമത്തെ ഒരു ഉദ്ദേശം നമ്മൾ പറഞ്ഞു, ഈ യാത്രകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില ഗോത്രങ്ങളുമായിട്ട് സഖ്യകരാറിൽ ഏർപ്പെടുകയുണ്ടായി. ഈ ഗോത്രങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഖുറൈശി കച്ചവട സംഘങ്ങൾ കടന്നുപോകുന്ന പ്രദേശങ്ങളിലാണ്. ഇവരുമായി ഒരു സഖ്യത്തിലേർപ്പെട്ട് കഴിഞ്ഞാൽ ഖുറൈശികളുമായി എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അവർ മുസ്ലിങ്ങളോടൊപ്പം നിലകൊള്ളും. അപ്പോൾ ഇതായിരുന്നു രണ്ടാമത്തെ ഒരു കാരണം. ഇനി മൂന്നാമതായിട്ട് മദീനയിലെ ജൂതന്മാർ മുസ്ലിങ്ങൾക്കെതിരിൽ ചില നീക്കങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. മുസ്ലിങ്ങൾ അത്ര നിസ്സാരരായിട്ടുള്ള ആളുകളല്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതായിരുന്നു മൂന്നാമത്തെ കാരണം. ഇനി നാലാമതായിട്ട് മുസ്ലിങ്ങളുടെ തന്നെ ആത്മധൈര്യം ഉയർത്തുക എന്നുള്ളതായിരുന്നു. ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നില്ല. ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത മൊഡ്യൂളിൽ നമുക്ക് സംസാരിക്കാം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.